സ്വർണ്ണക്കോലത്തിന്റെ പ്രൗഢിയിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞ് ജനപഥത്തിലേക്കിറങ്ങിയ കണ്ണനെ കണ്ട് ആയിരങ്ങൾ ആത്മനിർവൃതിയണഞ്ഞു. രാജകീയ പ്രൗഢിയോടെ എഴുന്നള്ളിയ അമ്പാടി കണ്ണന് നൂറുകണക്കിന് നിറപ്പറകളും നിലവിളക്കുകളും അലങ്കാരങ്ങളും ഒരുക്കി ഭക്തർ വരവേൽപ്പ് നൽകി. സന്ധ്യക്ക് ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു മരതകവർണ്ണൻ 5 ആനകളുടെ അകമ്പടിയിൽ പുറത്തേക്കെഴുന്നള്ളിയത്. സാധാരണ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊടിമരച്ചുവട്ടിൽ ദീപാരാധന നിർവഹിച്ച ശേഷമായിരുന്നു പുറത്തേക്കെഴുന്നള്ളത്ത്. വർഷത്തിൽ പള്ളിവേട്ട, ആറാട്ട് ദിവസങ്ങളിൽ മാത്രമാണ് ശ്രീകോവിലിന് പുറത്ത് ദീപാരാധന നടക്കുന്നത്. മേൽശാന്തിക്ക് പകരം ശാന്തിയേറ്റ കീഴ്ശാന്തി മേലേടം പത്മനാഭൻ നമ്പൂതിരിയാണ് ദീപാരാധന നിർവഹിച്ചത്. പള്ളിവേട്ട, ആറാട്ട് ദിവസങ്ങളിൽ മാത്രമാണ് മേൽശാന്തിക്ക് പകരം കീഴ്ശാന്തിമാർക്ക് ദീപാരാധന നിർവഹിക്കാൻ അവകാശമുള്ളത്. തുടർന്ന് സ്വർണ്ണക്കോലം ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നു. ദേവസ്വത്തിലെ ലക്ഷണമൊത്ത കൊമ്പൻ ഇന്ദ്രസൻ ശിരസ് നമിച്ച് സ്വർണ്ണക്കോലമേറ്റി. ഈ സമയം ക്ഷേത്രത്തിന് പുറത്ത് തൊഴുകൈകളോടെ തടിച്ചുകൂടിയിരുന്ന ഭക്തസഹസ്രം നാരായണ നാമധ്വനികളാൽ അന്തരീക്ഷം ഭക്തിസാന്ദ്രമാക്കി. ലക്ഷണമൊത്ത കൊമ്പന്മാരായ വലിയ വിഷ്ണു, ചെന്താമരാക്ഷൻ, ദാമോദർദാസ്, കൃഷ്ണനാരായണൻ എന്നീ ആനകൾ ഇടംവലം അണിനിരന്ന് എഴുന്നള്ളിപ്പിന് പ്രൗഢിയേകി. കൃഷ്ണനാട്ടം കലാകാരന്മാർ ആയോധന വേഷം ധരിച്ച് വാളും പരിചയുമായി ചുവടുവെച്ചതോടെ പാണ്ടിമേളത്തിന് കോലമർന്നു. നൂറുകണക്കിന് വാദ്യകലാകാരന്മാർ അണിനിരന്ന മേളത്തിന് മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ അമരക്കാരനായി. വിസ്തരിച്ച പാണ്ടിമേളത്തിന് മുന്നിൽ കൊടിക്കൂറകൾ, തഴകൾ, സൂര്യമറകൾ, ഭജനസംഘം എന്നിവയും ഒപ്പം അണിനിരന്നു. എഴുന്നള്ളിപ്പിന് മുന്നിൽ ഓദിക്കൻ ഗ്രാമബലി അർപ്പിച്ച് നടന്നു. വെള്ളി വിളക്കുകളുമായി കഴകക്കാർ വഴിയൊരുക്കി. എഴുന്നള്ളിപ്പ് കുളപ്രദക്ഷിണം പൂർത്തിയാക്കി ക്ഷേത്രത്തിനകത്തേക്ക് മടങ്ങിയതോടെ ഭഗവാന്റെ ഗ്രാമപ്രദക്ഷിണം പൂർത്തിയായി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി. മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ എന്നിവരും ഭക്തരും നിറപറയും നിലവിളക്കും ഒരുക്കി എഴുന്നള്ളിപ്പിനെ സ്വീകരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ.